എനിക്ക് പേടിയാകുന്നു കാവേരി. എനിക്കൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല. എനിക്ക് പാടാൻ കഴിയുന്നില്ല. മനസ്സാകെ കലങ്ങി പറഞ്ഞതുപോലെ. എനിക്കെന്താ പറ്റിയത്? എനിക്കറിയാം. ഞാൻ ധ്യാനിച്ചതും സ്നേഹിച്ചതുമെല്ലാം സംഗീതത്തെയാണ്. എന്റെ മനസ്സ് മുഴുവനും നീയാണ്. നിന്റെ സംഗീതമാണ്. ഇനി നിന്നെ ഞാൻ എവിടേക്കും വിടില്ല. നീ അടുത്തില്ലെങ്കിൽ എന്റെ ശക്തിയെല്ലാം വാർന്നു പോകുന്നത് പോലെ. നീ തന്നെയാണ് സംഗീതം. നീ തന്നെയാണ് ദേവി. हितकारिणी भवानी शक्ति भामिनी नीललोहित हितकारिणी भवानी शक्ति भामिनी निखिल निवेशिनी प्राणधारिणी रागिणी स्मृति रूपिणी मदशालिनी सकल मंत्र तंत्र यंत्रात्मिक नीललोहित हितकारिणी भवानी शक्ति भामिनी नीललोहित हितकारिणी अनुरागधारा परिसरणम् आनंद परिचलनम् अमृतवर्षिणी अमृतवर्षिणी श्रीलरूपिणी अगणित गुण निलयम् अभयवरद कलयम् मदशालिनी सकल मंत्र तंत्र यंत्रात्मिक नीललोहित हितकारिणी भवानी शक्ति भामिनी निखिल निवेशिनी प्राणधारिणी रागिणी स्मृति रूपिणी मदशालिनी सकल मंत्र तंत्र यंत्रात्मिक नीललोहित हितकारिणी भवानी शक्ति भामिनी नीललोहित हितकारिणी ഇപ്പൊ അങ്ങനെ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. ഞാനും ഒരമ്മയല്ലേ രാമനായരെ. ഇല്ല ചില ആഗ്രഹങ്ങളൊക്കെ. എത്ര നാളാണൊരുത്തൻ ഇങ്ങനെ സംഗീതവും ഭ്രാന്തമായിട്ട് നടക്കണ കാണുക. ഞാൻ അനുസരിക്കാനേ പഠിച്ചിട്ടുള്ളൂ. എങ്കിലും പാരമ്പര്യം. കാവേരിയെ ദേവന് ഇഷ്ടാന്ന് വെച്ചാ ആദിക്കവനൊരിഷ്ടം എനിക്കില്ല. പിന്നൊക്കെ വിധി പോലെ. കൊച്ചു തിരുമേനിയോട് ഒന്നും ആലോചിക്കാനില്ല. ഒക്കെ രാമനായരും കാണണില്ലേ?
താഴേക്ക് വിളിക്കുന്നുണ്ട്. എന്താ? ഈ നിമിത്തം ശരിയല്ലല്ലോ കുഞ്ഞുണ്ണി. എന്തിന്റെ നിമിത്തം? ഇവിടെ ഇപ്പൊ എന്തിന്റെ നിമിത്താ നോക്കാനുള്ളത്? ഇങ്ങനെ ഒരു പെൺകുട്ടി ഇല്ലത്തേക്ക് വരുന്നതിൽ ആർക്കും ഒരു താല്പര്യവും കാണുന്നില്ല. ആർക്കും എന്ന് വെച്ചാൽ? പിതാമഹന്മാർക്ക്, കുലദൈവങ്ങൾക്ക്, സർപ്പങ്ങൾക്ക്, അല്ലാണ്ട് പിന്നെ ഞങ്ങൾക്കാ ഒക്കെ പൊരുത്തക്കേടാ. പെൺകുട്ടിക്ക് ഭർത്താവ് വാഴാൻ വിധിയില്ലാച്ചാൽ പിന്നെ എന്താ ചെയ്യാ? ബന്ധം ദീർഘായുസിനും സന്തതി പരമ്പരയ്ക്കും അനുകൂലമല്ലാത്ത നിലയിലാണ് കാണുന്നത്. ഞങ്ങളിത് പറയുമ്പോ ജാതിപരമായ യാഥാസ്ഥികത കൊണ്ടാണെന്ന് കുഞ്ഞുണ്ണി വിചാരിക്കും ഇല്ലേ? കുഞ്ഞുണ്ണി എന്താ ഒന്നും പറയാത്തത്? എനിക്കൊന്നും പറയാനുമില്ല, ആലോചിക്കാനുമില്ല. എല്ലാറ്റിനേക്കാളും വലുത് മനസ്സിന്റെ പൊരുത്താ. അതുള്ളിടത്തോളം കാലം ഒരു ശക്തിക്ക് എതിര് നിൽക്കാൻ പറ്റില്ല. അതാ എന്റെ വിശ്വാസം. കുഞ്ഞുണ്ണിയുടെ വിശ്വാസങ്ങളെ ആരും ചോദ്യം ചെയ്യുന്നില്ല എന്ന് വെച്ചോളൂ. ഞങ്ങളൊക്കെ പ്രായം കൊണ്ടെങ്കിലും തന്നെക്കാൾ മുതിർന്നവരാ. തലമുറകളായി തറവാട് കാത്തുപോരുന്ന സർപ്പദൈവങ്ങളുടെ പ്രസാദവും അപ്രീതിയും രണ്ടും തൊട്ടറിഞ്ഞിട്ടുള്ളവരാ ഞങ്ങളൊക്കെ. എനിക്ക് അനുഗ്രഹിച്ചു കിട്ടിയ ഈശ്വരന്റെ പ്രീതിയാണ് കാവേരി. അതിനപ്പുറം എനിക്കൊന്നും ആലോചിക്കാനില്ല. ഇനിയൊക്കെ ഇഷ്ടം പോലെ. എന്തായാലും ഇങ്ങനെ ഒരു ചടങ്ങിനെ ഞങ്ങളെ ആരെയും കാക്കണ്ട. ആടോ പിന്നെ അല്ലാണ്ട് സ്മൃതിയിലൂടെ ആനന്ദ കണ്ണീർ കഥൂ രാത്രി മാനസപ്രിയേ കാമാനുഭൂതികരം ഈ മേളനം ജന്മങ്ങൾ വരം തരും ധന്യസ്മൃതിയിലൂടെ ആനന്ദ കണ്ണീർ കഥൂ രാത്രി മാനസപ്രിയേ കാമാനുഭൂതികരം ഈ മേളനം
ദാഹം തീരാദാഹം വീണ്ടും ദാഹം തീരാദാഹം ജന്മങ്ങൾ വരം തരും ധന്യസ്മൃതിയിലൂടെ ആനന്ദ കണ്ണീർ കത്തൂ രാത്രി പുണ്യം പൂവണിയും കന്നിക്കാവ്യം പുണ്യം പൂവണിയും കന്നിക്കാവ്യം ചിത്രകൂടത്തിൽ ഞാനും നീയും ചിത്രകൂടത്തിൽ ഞാനും നീയും ജന്മങ്ങൾ വരം തരും ധന്യസ്മൃതിയിലൂടെ ആനന്ദ കണ്ണീർ കഥൂ രാത്രി മാനസപ്രിയേ കാമാനുഭൂതികരം ഈ മേളനം ഈ മേളനം ഈ മേളനം
ആ സ്ഥാനത്ത് മറ്റൊരാളെ കുടിയിരുത്താൻ കാവേരിക്ക് കഴിയുമോ? എനിക്കറിഞ്ഞൂടാ. ഞാൻ ഒട്ടും തളർന്നിട്ടില്ല. കാവേരിക്ക് ഇഷ്ടമാണെങ്കിൽ ഈ നിമിഷം മുതൽ. വേണ്ട, അറിഞ്ഞുകൊണ്ട് ഈ ശാപം വലിച്ചു തലേ വെക്കണ്ട. ഇതൊരു ശാപമാണെങ്കിൽ അതെന്റെ കർമ്മഫലം. ഞാൻ കാര്യങ്ങളൊക്കെ നീ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് മറിച്ചൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷേ പറയാതിരിക്കുന്ന ഒരു തരം വഞ്ചനയാണ്. അന്ന് നിന്റെ ക്വാർട്ടേഴ്സിൽ വെച്ച് ആ കുട്ടിയെ ഒരു വട്ടം കണ്ടതല്ലേ ഉള്ളൂ. എനിക്ക് നല്ല മതിപ്പ് തോന്നി. നിന്നെപ്പോലെ വഴിവിട്ട് ചിന്തിക്കുന്ന ഏതൊരാൾക്കും ഇഷ്ടം തോന്നുന്ന എല്ലാ ഗുണങ്ങളും ആ കുട്ടിക്കുണ്ട്. ഞാൻ ഒരിക്കലും കുറ്റം പറയുകയില്ല. പക്ഷേ തീരുമാനിക്കുന്നതിന് മുമ്പ് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും ആ കുട്ടിയുടെ കഴിഞ്ഞ കാലം അവൾ പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ അറിഞ്ഞത്. പറഞ്ഞത് അവളുടെ മാന്യത, സമ്മതിച്ചു. മുമ്പ് കാലങ്ങളിൽ നമ്മുടെ കാരണവന്മാർ പറഞ്ഞു വെച്ച ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ പഴഞ്ചനാണെന്നും പറഞ്ഞ് തള്ളിക്കളയാനാണ് പുതിയ തലമുറയ്ക്കിഷ്ടം. അതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല, റിബലാകാനുള്ള ഒരുതരം ബോധപൂർവമായ ശ്രമം കൊണ്ട്. ജാതകവശാൽ വൈധവ്യദോഷമുള്ള ഒരു പെൺകുട്ടി. ആ വഴിക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒട്ട് താല്പര്യമില്ല. ശരി, വേണ്ട. സയൻസാണ് നിന്റെ വിഷയം. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അതിൻ്റെ മുഖവിലേക്ക് തള്ളിക്കളയേണ്ടവനാണ് നീ. പക്ഷേ നമ്മുടെ യുക്തിക്ക് മറുപടി പറയാനില്ലാത്ത എത്രയോ സംഭവങ്ങൾ നടക്കുന്നു, കണ്ടിരിക്കുന്നു. വെറുതെ പറയുന്നതല്ല, സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു പെണ്ണാണ് മുന്നിൽ നിൽക്കുന്നത്. മനസ്സുകളുടെ ചേർച്ചയാണ് ഏറ്റവും വലിയ പൊരുത്തം. അതാണ് എന്റെ വിശ്വാസം. അതുള്ളിടത്തോളം കാലം ഒരു ജാതകദോഷത്തിനും ശക്തിയില്ല. തർക്കിച്ച് ജയിക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. നീ ആലോചിച്ചിട്ടില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് രണ്ടുപേർക്കും ഉറപ്പില്ലാത്ത ആ വിധിയെക്കുറിച്ച് നമുക്ക് തൽക്കാലം ചിന്തിക്കേണ്ടെന്ന് വയ്ക്കാം. വെറും മനഃശാസ്ത്രപരമായ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു നല്ല പെണ്ണിന് ഒരു പുരുഷനെ മാത്രമേ മനസ്സുകൊണ്ട് ഭർത്താവായി വയ്ക്കാൻ പറ്റൂ, അല്ലേ? അവൾ എത്ര ബോധപൂർവ്വം ശ്രമിച്ചാലും നിനക്കെപ്പോഴും രണ്ടാം സ്ഥാനമേ ഉണ്ടാവും. പെട്ടെന്നുള്ള ആവേശം തണുക്കുമ്പോൾ, കാലം കഴിയുമ്പോൾ നിനക്കത് ബോധ്യപ്പെടും. അവിടെ ആരംഭിക്കും ജീവിതത്തിന്റെ താളപ്പുഴ. ഇഷ്ടമുള്ളപ്പോൾ സ്വീകരിക്കാനും ഇഷ്ടക്കേട് തോന്നുമ്പോൾ വിട്ടുപിരിയാനുമുള്ള ഒന്നാണോ വിവാഹബന്ധം? ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ചെറിയച്ഛൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. മനസ്സിലായോ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. എന്നെ അറിയാവുന്ന ഒരാളെ ഈ പൂമുഖത്തുള്ളൂ, ചെറിയച്ഛൻ. ഞാൻ ഒറ്റയ്ക്ക് കഴിയുന്നതിൽ എന്നും പരാതി പറയാറുള്ള ചെറിയച്ഛനിൽ നിന്ന് ഇങ്ങനൊരു പ്രതികരണമല്ല ഞാൻ ആഗ്രഹിച്ചത്. എന്റെ മനസ്സിന് പിടിച്ച ഒരു പെണ്ണിനെ കണ്ടുകിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ആ പണിക്ക് പോകാതിരുന്നത്. എനിക്കതിൽ ഒരു നിരാശയും തോന്നുന്നില്ല. നല്ല പ്രായത്തിൽ നീ ഒരുത്തിയെ കണ്ടെത്തിയെങ്കിൽ ഞാനൊരെതിരും പറയില്ല. പക്ഷേ വിധിയെ വെല്ലുവിളിക്കാൻ സ്വന്തം ജീവിതം തന്നെ പരീക്ഷിക്കണം. എന്തിനാ ചെറിയച്ഛ കല്യാണം പോലും വേണമെന്ന് വെച്ച് ലോകം മുഴുവൻ കറങ്ങി നടന്നത്? എന്ത് പഠിക്കാനാ കണ്ണിക്കണ്ട ആശ്രമങ്ങളിലൊക്കെ കയറി ഇറങ്ങിയത്? നാഴേക്ക് 40 വട്ടം സ്വയം പറയാറുണ്ടല്ലോ, പ്രായമായെങ്കിലും ചെറുപ്പം വിടാത്ത മനസ്സുണ്ടെന്ന്. എവിടെയാ മനസ്സ്? ജാതകദോഷം, വിധി, ശാപം. ചെറിയച്ഛനെ കുറിച്ച് എനിക്കിപ്പോ നാണം തോന്നുന്നു. നിനക്ക് ഈ വിഷയത്തിലുള്ള ഒരുതരം തീക്ഷ്ണമായ ആവേശം എനിക്കിപ്പോ പൂർണ്ണമായും ബോധ്യമായി. എനിക്കിനി ഒന്നും പറയാനില്ല. എനിക്കും ഇനിയൊന്നും പറയാനില്ല. ഒരു കാര്യം പറയാനുണ്ട്. പ്രത്യേകിച്ച് ചടങ്ങൊന്നുമില്ല. നാളെ കാലത്ത് കാവേരിയെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ച് ഞാൻ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവരും. ചെറിയച്ഛൻ കൂടെ ഉണ്ടായാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ നിർബന്ധിക്കുന്നില്ല. ഞാൻ പോകുന്നു.
ഞാൻ മരിച്ചില്ല, വിധി എന്നോട് തോറ്റു. എന്റെ സ്വപ്നം അത് കയ്യെത്തിപ്പിടിക്കാവുന്നത്ര അടുത്തായപ്പോ മനസ്സിന്റെ വല്ലാത്തൊരു കുതിച്ചുചാട്ടം. അതാണെല്ലാം വരുത്തി വെച്ചത്. കാവേരി, നീ പറയാറില്ലേ നിന്റെ ശാപത്തെ പറ്റി, നിന്റെ ജാതകദോഷത്തെ പറ്റി? കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ദുരന്തം. ഇനി ഒരു ശക്തിക്കും നമുക്കെതിരെ നിൽക്കാൻ പറ്റില്ല. കാവേരി, നിനക്കൊന്നും പറയാനില്ലേ?